ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോഓപ്പറേഷനില് ഇനി നമ്മൾ പറയാൻ പോണ പോർഷൻ കോഓപ്പറേഷൻ ഡ്യൂറിംഗ് പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ്, സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എങ്ങനെയാണ് നടന്നു പോയിരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, inspired by Sardar Vallabhbhai Patel, Sri Morarji Desai and Tribhuvan Das Patel took the initiative upon the milk producers of a particular village to provide a strike notice to the Bombay province authorities to stop the collection of the locally produced milk by a particular private agency called Polson to protect the ordinary farmers from the exploitation of these private traders. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഇനീഷ്യേറ്റീവിൽ അല്ലെങ്കിൽ അയാളുടെ ഉത്സാഹത്തിന്റെ അടിസ്ഥാനത്തില് ത്രിഭുവൻ ദാസ് പട്ടേലും അതേപോലെ തന്നെ സർ മൊറാർജി ദേശായിയും കൂടി എടുത്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിന്റെ അടിസ്ഥാനത്തില് അന്നത്തെ സമയത്ത് ക്ഷീര കർഷകരായിട്ട് ഉണ്ടായിരുന്ന ആളുകളോട് 15 ദിവസത്തേക്ക് ബോംബെ ഗവൺമെന്റിന് ഇനി മിൽക്ക് സപ്ലൈ ചെയ്യില്ല എന്ന് കാണിച്ചുകൊണ്ട് 15 ദിവസത്തെ സ്ട്രൈക്കിനുള്ള ഒരു നോട്ടീസ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അത്രയും കാലം വരെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പോൾസൺ എന്ന് പറയുന്ന ഏജൻസിയാണ് ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മിൽക്ക് മുഴുവൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രൈവറ്റ് ഏജൻസി ആയിരുന്നത് കൊണ്ട് തന്നെ അന്നത്തെ ക്ഷീര കർഷകരെ കണ്ടമാനം ചൂഷണം ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ഈ പോൾസൺ എന്ന് പറയുന്ന പ്രൈവറ്റ് ഏജൻസി അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഫാർമേഴ്സിനെ ഈ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രൂപത്തിലാണ് 15 ദിവസത്തേക്ക് ഇനി ഈ പോൾസൺ എന്ന് പറയുന്ന ഏജൻസിയുടെ മിൽക്ക് കളക്ട് ചെയ്യാനുള്ള മൊണോപ്പൊളി റൈറ്റ് എന്ന് പറയുന്നത് അവസാനിപ്പിക്കുന്നത് വരെ മറ്റുള്ള ക്ഷീര കർഷകർ ഒരു കാരണവശാലും അവരെ പാല് ഏൽപ്പിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് ബോംബെ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ നോട്ടീസ് കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ ബോംബെ ഗവൺമെന്റിന് വേറെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലാതെ വന്നപ്പോ ഓട്ടോമാറ്റിക്കലി ദേ സ്റ്റോപ്ഡ് ദ പെർമിഷൻ given to Polson for the procurement of the milk. അപ്പൊ ഇങ്ങനെ മറ്റുള്ള ക്ഷീര കർഷകരെ എല്ലാരും കൂടി യോജിച്ച് ഇങ്ങനെ പോൾസൺ എന്ന് പറയുന്ന ഏജൻസിക്ക് അഗൻസ്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ഡിക്ലെയർ ചെയ്ത സാഹചര്യത്തില് ഗവൺമെന്റിന് പിന്നെ വേറെ യാതൊരു വിധത്തിലുള്ള ആൾട്ടർനേറ്റീവ് ഇല്ലാതെ വന്നപ്പോ ഈ പറയുന്ന പോൾസൺ എന്ന് പറയുന്ന ഏജൻസിക്ക് കൊടുത്തിട്ടുള്ള ആ പ്രൊക്യൂർമെന്റ് ഓഫ് മിൽക്ക്, അതായത് മിൽക്ക് സംഭരിക്കുന്നതിന് അവർക്ക് കൊടുത്തിട്ടുള്ള ലൈസൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് 1946 2 പ്രൈമറി മിൽക്ക് പ്രൊഡ്യൂസിംഗ് സൊസൈറ്റീസ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പോൾസൺ എന്ന് പറയുന്ന പ്രൈവറ്റ് ഏജൻസിക്ക് ഉണ്ടായിരുന്ന റൈറ്റ് ഇല്ലാതാക്കിയതോടുകൂടി സാധാരണക്കാരായിട്ടുള്ള ക്ഷീര കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള പാല് സംഭരിക്കുന്നതിനും അത് സപ്ലൈ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റിന്റെ ആവശ്യം വന്നു. അങ്ങനെ ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ആവശ്യം വന്ന സന്ദർഭത്തില് അവര് സ്വമേധയാ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ് 1946 ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള പ്രൈമറി മിൽക്ക് സപ്ലൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. 1946 ആദ്യമായിട്ട് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ബോംബെ പ്രോവിൻസിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. Thereafter, by taking the initiative of the milk suppliers in the Bombay province, an important organization by the name Amul was constituted. ആദ്യത് പ്രൈമറി മിൽക്ക് സപ്ലൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിലെ ഖൈര ഡിസ്ട്രിക്റ്റിലാണ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെ കുറച്ചും കൂടി വിപുലപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നതാണ് അമുൽ എന്ന് പറയുന്നത്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ഗുജറാത്തില് ഖൈര ഡിസ്ട്രിക്റ്റില് ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് മിൽക്ക് സപ്ലൈ
കോഓപ്പറേറ്റീവ് സൊസൈറ്റികളില് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ അതാണ് അമുൽ എന്ന് പറയുന്നത്, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. അപ്പൊ പ്രീ ഇൻഡിപെൻഡൻസിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ആദ്യത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അതാണ് ഓർഗനൈസേഷൻ ഓഫ് പ്രൈമറി മിൽക്ക് സപ്ലൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. പ്രൈവറ്റ് ഏജൻസികള് സാധാരണക്കാരായിട്ടുള്ള ക്ഷീര കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ഇനീഷ്യേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ് 2 പ്രൈമറി മിൽക്ക് സപ്ലൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. പിന്നെ അതിനെ രണ്ടിനെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു വലിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്തു. ഗുജറാത്തിലെ ഖേര ഡിസ്ട്രിക്റ്റില് ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ന് വേൾഡ് ഫേമസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അമുൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അമൂല്യ എന്നുള്ള പേരില് മിൽക്ക് പൗഡർ, അതേപോലെ തന്നെ മറ്റ് പാൽ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് അമുൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് അമുൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ആദ്യത്തെ ഇനീഷ്യേറ്റീവ് എന്ന് പറയും. ഇനി 1947 രജിസ്ട്രാർസ് കോൺഫറൻസ് വാസ് ഹെൽഡ് ആൻഡ് ഇൻ ദി രജിസ്ട്രാർസ് കോൺഫറൻസ് they took a certain important steps for the movement of the cooperative societies in a speed manner and to flourish the work of the cooperative societies. നിലവിലുണ്ടായിരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറെ കൂടി നല്ലതായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിനും പുതുതായിട്ട് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഓർഗനൈസ് ചെയ്യുന്നതിനും ആവശ്യം വരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് 1947 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള രജിസ്ട്രാർസ് കോൺഫറൻസിൽ അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പറയാൻ പോണത്. ഫസ്റ്റ് വൺ ഈസ് അസിസ്റ്റൻസ് ടു പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക്. ഇന്നലെ നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞു. 3 ടയർ കോഓപ്പറേറ്റീവ് സിസ്റ്റം, primary society in the bottom level, central society in the middle level and apex society in the top level. ഇന്നലെ നമ്മൾ 3 ടയർ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ രജിസ്ട്രാർസ് കോൺഫറൻസിൽ പറയുന്നത് പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് ഇൻ എ പോസിബിലിറ്റി ടു പ്രൊവൈഡ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് ലോൺ ടു ഓൾ ദി അഗ്രികൾച്ചറിസ്റ്റ് or to all the farmers. So whenever they faces financial difficulties or deficit financing, they will be financed by the central cooperative bank and thereby that fund can be provided to the agriculturist for cultivation purposes. നമുക്കറിയാം അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഫാർമേഴ്സ് ആണ്. അപ്പൊ അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് ഫാർമേഴ്സിന്റെ എല്ലാവിധത്തിലുള്ള ക്രെഡിറ്റ് റിക്വയർമെന്റ്സും അല്ലെങ്കിൽ ഫാർമേഴ്സിന്റെ എല്ലാവിധത്തിലുള്ള ലോൺ റിക്വയർമെന്റ്സും ഈ നിശ്ചിതമായിട്ടുള്ള ക്യാപിറ്റൽ വെച്ചിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ പലപ്പോഴും ലോണിന് എത്ര ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതിന് പകരം ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുന്ന ഫാർമേഴ്സിന് മാത്രമാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കിട്ടിക്കൊണ്ടിരുന്നത്. ആ അവസ്ഥ ഇല്ലാതാക്കണമെങ്കിൽ പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആവശ്യം വരുന്ന ഫിനാൻസ് എപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം. അങ്ങനെ എപ്പോഴും ഫിനാൻസ് കസ്റ്റഡിയിൽ ഉണ്ടാവണമെങ്കിൽ ക്യാപിറ്റലായിട്ട് എപ്പോഴും കളക്ട് ചെയ്യല് ഇമ്പോസിബിൾ ആണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി സെൻട്രൽ ബാങ്ക് ടു പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. നാമമാത്രമായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഫാർമേഴ്സിന്റെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് കഴിയാതെ വരുമ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ലോൺ റിക്വയർമെന്റിനുള്ള അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. എപ്പോഴാണോ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ റിക്വയർമെന്റ് വരുന്നത് ആ സമയത്തുണ്ടാകുന്ന ഫിനാൻഷ്യൽ റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് സാധിക്കണം, അല്ലെങ്കിൽ സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അതിനുള്ള പോസിബിലിറ്റി ഉണ്ടാവണം. അതാണ്
രജിസ്ട്രാർസ് കോൺഫറൻസിൽ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മിഡിൽ ടയറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ സഹായിക്കാനുള്ള ബാധ്യത ഉണ്ട്. സോ ഇറ്റ് മസ്റ്റ് ഹാവ് ദ പോസിബിലിറ്റി ടു പ്രൊവൈഡ് ദി ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. കൊടുക്കുന്നതായിട്ടുള്ള ലോണും ആ ലോൺ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ക്രോപ്പ് മാർക്കറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഒരേ സമയത്ത് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. അസ്യൂം ഒരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു ഫാർമർക്ക് നെല്ല് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 50,000 രൂപ ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലോൺ അയാൾ സ്വാഭാവികമായിട്ട് തിരിച്ചടയ്ക്കുന്നത് നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ് ആ ഹാർവസ്റ്റ് വിൽപ്പന നടത്തിയിട്ടാണ് അയാൾ ഈ ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കുന്നത്. അപ്പൊ അയാളത് നേരിട്ട് ഹാർവസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വിൽപ്പന നടത്തുന്നതിന് പകരം ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ ദ പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ഇറ്റ്സെൽഫ് ഓർ ത്രൂ ദ ഹെൽപ്പ് ഓഫ് ദ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഈസ് കോൾഡ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. 50,000 രൂപ നെല്ല് കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു കർഷകന് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലോണായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അയാൾ കൃഷി ചെയ്യുന്നതായിട്ടുള്ള നെല്ല് അയാൾ കൊയ്തെടുത്തിട്ട് അത് മാർക്കറ്റിൽ വില എപ്പോഴാ കൂടുന്നത് എന്ന് നോക്കി വിൽപ്പന നടത്തുന്നതിന് പകരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തന്നെ എന്ത് ചെയ്യാം, ആ നെല്ല് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിൽ വിൽപ്പന നടത്താനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. അപ്പൊ ഒരു ഫാർമർ നേരിട്ട് ക്രോപ്പ് വിൽപ്പന നടത്തുന്നതിനേക്കാൾ വില കൂടുതലായിട്ടും അതേപോലെ തന്നെ കൂടുതൽ വില വരുന്നത് വരെ ഈ നെല്ല് എന്ന് പറയുന്നത് കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ചിട്ട് വിൽപ്പന നടത്താനുള്ള സൗകര്യം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഉണ്ടാവും. ഇല്ലെങ്കിൽ അവര് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഏത് ലോണ് കൊടുത്തിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ക്രോപ്പും കളക്ട് ചെയ്യുന്നതിനും വിൽപ്പന നടത്തുന്നതിനുള്ള ഒരു അറേഞ്ച്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഫാർമർക്ക് ഇപ്പൊ പല കർഷകരും നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നതാണ്, പച്ചക്കറി കൃഷി ചെയ്യുന്നതായിട്ടുള്ള ഫാർമേഴ്സിന് വേണ്ട വില കിട്ടുന്നില്ല, അതേപോലെ ഇത് കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളില്ല. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വില കിട്ടണമെങ്കിൽ ആ കിട്ടുന്ന വിലക്ക് ഫാർമേഴ്സ് അത് കൊടുക്കാനായിട്ട് നിർബന്ധിതരാവും. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് നഷ്ടം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നഷ്ടം സംഭവിക്കാതിരിക്കണമെങ്കിൽ ലോൺ ഉപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ക്രോപ്പ് കളക്ട് ചെയ്യുന്നതിനും അത് വിൽപ്പന നടത്തുന്നതിനും കൂടിയുള്ള സംവിധാനം ലോൺ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഫാർമേഴ്സിന് പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രൊവൈഡ് ചെയ്യണം. ഒന്നെങ്കിൽ അവർക്ക് അത് നേരിട്ട് ചെയ്യാം. പല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് സ്വന്തമായിട്ട് ഡിപ്പോ ഉണ്ട്, അതിൽ കളക്ട് ചെയ്യുന്നതായിട്ടുള്ള ക്രോപ്പ് അവർക്ക് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാം. ഇനി അവർക്ക് അതിനുള്ള സാധ്യത ഇല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കൊടുത്തിട്ടുള്ള ലോൺ ഉപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ക്രോപ്പ് മാർക്കറ്റിൽ നല്ല വില വരുന്നത് വരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിനും മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വഴി അത് വിൽപ്പന നടത്തുന്നതിനുള്ള അറേഞ്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത് ലിബറൽ ലോൺസ് ആൻഡ് സബ്സിഡി ഫോർ പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ഗോഡൌൺസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങള് അല്ലെങ്കിൽ കർഷകൻ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്നതായിട്ടുള്ള വിളവുകള് അവർക്ക് പലപ്പോഴും അവരുടെ സ്വന്തം വീടുകളിലോ അല്ലെങ്കിൽ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കൃഷി സ്ഥലങ്ങളിലോ കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവില്ല. സോ എവരി പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി will have to make the initiative for the construction of the godown. ഒന്നെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്വന്തമായിട്ട് ഗോഡൌണുകൾ കൺസ്ട്രക്ട് ചെയ്യണം. അതല്ല എങ്കിൽ ഏതെങ്കിലും കർഷകൻ അയാളുടെ വിളവുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഗോഡൌണുകൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള ലോണ് സബ്സിഡൈസ്ഡ് റേറ്റിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തയ്യാറാവണം. അപ്പൊ കൺസെഷണൽ റേറ്റിൽ ലിബറലൈസ് ചെയ്തിട്ട് ലോണ് കൊടുക്കണം. അതേപോലെ തന്നെ കൊടുക്കുന്ന ലോണ് കൃത്യമായ
കൃത്യമായിട്ട് റീപേ ചെയ്യുന്ന ഫാർമേഴ്സിന് നിർബന്ധമായിട്ടും സബ്സിഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദീസ് ഫെസിലിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ് ടു പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. പല കാർഷികോൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ച അതേ രൂപത്തിൽ വിൽപ്പന നടത്തുന്നതിനേക്കാൾ കൂടുതൽ അത് പ്രോസസ് ചെയ്തിട്ട് വിൽപ്പന നടത്തുകയാണെങ്കിൽ വില കൂടുതലായിട്ട് കിട്ടും. ഇപ്പൊ നെല്ല് എന്ന് പറയുന്നത് കുത്തിയിട്ട് അരിയാക്കി കൊടുത്തു കഴിഞ്ഞാല്, അതേപോലെ തന്നെ അടയ്ക്കൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ രൂപത്തിൽ അതിനെ വിൽപ്പന നടത്തുന്നതിന് പകരം അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പാക്ക് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന വിധത്തിൽ മാറ്റിയിട്ട് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും. അതേപോലെ നാളികേരം എന്ന് പറയുന്നത് കോപ്രയായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം മാർക്കറ്റിൽ വിൽപ്പന നടത്തി കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള ഉപകരണങ്ങളോ യന്ത്രങ്ങളോ അതല്ലെങ്കിൽ അത് സൂക്ഷിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളോ ഏർപ്പെടുത്തുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ലോണ് ലിബറലൈസ്ഡ് സ്കീമിലും അതേപോലെ തന്നെ സബ്സിഡൈസ്ഡ് സ്കീമിലും പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ്, ശ്രീ വൈകുണ്ഠഭായ് മേത്ത എന്ന് പറയുന്ന വ്യക്തി ബോംബെയിലെ മിനിസ്റ്റർ ആയിട്ട് ചാർജ് എടുത്തതിന് ശേഷം അയാള് ഗവൺമെന്റിൽ വരുത്തിയിട്ടുള്ള ഇൻസ്പിരേഷൻസിന്റെ അടിസ്ഥാനത്തില് കുറേയേറെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികള് ബോംബെ പ്രൊവിൻസില് ആ സമയത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. വൈകുണ്ഠഭായ് മേത്ത എന്ന് പറയുന്ന മിനിസ്റ്റർ ഗവൺമെന്റിൽ കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസിന്റെയും അയാൾ എടുത്തിട്ടുള്ള ഇനീഷ്യേറ്റീവ്സിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കാലത്ത് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയിട്ടുള്ള പല വിഭാഗങ്ങളിൽ പെടുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏറ്റവും കൂടുതലായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിനുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫക്റ്റ് എന്ന് പറയുന്നത് there is no cooperators and all persons are ready to constitute a cooperative society. ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്, ക്രിയേറ്റ് കോഓപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോഓപ്പറേറ്റീവ്സ്. സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിന് മുമ്പ് ഉണ്ടാകേണ്ടുന്നത് സഹകാരികളാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ആദ്യം കോഓപ്പറേറ്റീവ് ആക്ട് ആണ്, പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, പിന്നെയാണ് സഹകാരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ജനാർദ്ദൻ മദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ലീഡർഷിപ്പില് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ബോംബെ ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് കമ്മിറ്റി ഓൾസോ പോയിന്റഡ് ഔട്ട് ദാറ്റ് ഇൻ ഓൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഔട്ട് ഓഫ് ദെയർ നെറ്റ് പ്രോഫിറ്റ് എ സ്പെസിഫൈഡ് പെർസെന്റേജ് ഷുഡ് ബി സെറ്റ് അപ്പാർട്ട് ഫോർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഇന്ത്യയില് സഹകാരികള് എന്നറിയപ്പെടുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാല് സഹകരണം എന്താണെന്നോ അതിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്നോ അവിടുത്തെ അക്കൗണ്ട് കീപ്പിംഗ് എന്താണ്, മെമ്പർമാരാരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കാര്യമായിട്ടുള്ള വിജ്ഞാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പലപ്പോഴും അത് നല്ല രീതിയിൽ ദീർഘകാലത്തേക്ക് പ്രവർത്തിക്കാതെ തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷൻ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനാർദ്ദൻ മദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ലീഡർഷിപ്പിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് there should be cooperative education and training to the members and officials of the cooperative societies, and for providing such an education out of the net profit of a cooperative society a specified percentage should be set apart to cooperative education fund. അംഗങ്ങൾക്ക് ആവശ്യം വരുന്ന സഹകരണ വിദ്യാഭ്യാസം, ജോലിക്കാരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യം വരുന്ന സഹകരണ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യേണ്ടുന്നത് മസ്റ്റാണ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫെയിലിയർ ആവാതെ അതിന്റെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഗവൺമെന്റിന് എല്ലായ്പ്പോഴും ഇതിനാവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ടൊന്നും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും അതിന് കിട്ടുന്നതായിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ 1912
കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പറഞ്ഞപ്പോ പറഞ്ഞു 25% റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, 10% ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം, ബാക്കി വരുന്നത് എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് മെമ്പേഴ്സിന് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അതിലേക്ക് ഒരു അഡീഷൻ വന്നതാണ് ഇപ്പോ എ സ്പെസിഫൈഡ് പെർസെന്റേജ് ഷുഡ് ബി സെറ്റ് അപ്പാർട്ട് ടു കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. ഇപ്പോഴത്തെ ആക്ടിൽ പറയുന്നത് 5%-ത്തേക്കാൾ കൂടാത്ത തുക എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ്. അന്ന് കൃത്യമായിട്ടുള്ള പെർസെന്റേജ് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് അനദർ റെക്കമെൻഡേഷൻ ഈസ് കൺവേർഷൻ ഓഫ് സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻടു മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്ത റെക്കമെൻഡേഷൻ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിന് പകരം ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ സെവറൽ പർപ്പസസ് വിച്ച് ആർ നീഡഡ് ബൈ ദ ലോക്കൽ പബ്ലിക്. ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് സഹകരണാടിസ്ഥാനത്തിൽ മീറ്റ് ചെയ്യാൻ കഴിയുന്ന ഏതെല്ലാം വിധത്തിലുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടുന്നത്. അല്ലാതെ ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ആ ക്രോപ്പ് കളക്ട് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കൺസ്യൂമേഴ്സിന് ആവശ്യം വരുന്ന കമ്മോഡിറ്റീസ് കൺസെഷണൽ റേറ്റിൽ വാങ്ങിക്കാനായിട്ട് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഇങ്ങനെ വേറെ വേറെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിന് പകരം ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏതെല്ലാം വിധത്തിലുള്ള റിക്വയർമെന്റ്സ് ഉണ്ടോ ആ എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് നിലവിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. സോ സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി കൺവേർട്ടഡ് ഇൻടു മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. പല ആവശ്യങ്ങള് ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വിധത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ. പിന്നെ ഉള്ള റെക്കമെൻഡേഷൻ ഞാൻ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 3 ടയർ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സെൻട്രൽ സൊസൈറ്റീസ്, അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറയുന്ന 3 വ്യത്യസ്ത തലങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രൂപീകരണം എന്ന് പറയുന്നതാണ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി, for the constitution of all type of cooperative societies, government should be provided with loans and advances, and in case of the prompt repayment they should be provided with concession in the rate of interest, and they should be provided with subsidy. നമ്മൾ നേരത്തെ പറഞ്ഞു മെമ്പർമാർക്ക് ലോൺ കൊടുത്താൽ മെമ്പർമാർ ആ ലോൺ എമൗണ്ട് കൃത്യസമയത്ത് റീപേ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കൺസെഷൻസോ സബ്സിഡീസോ കൊടുക്കണം. അതേപോലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി വേറൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നോ എവിടെന്നെങ്കിലും ലോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ലോൺ കൃത്യമായിട്ട് റീപേ ചെയ്യുന്ന എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും നിർബന്ധമായിട്ടും കൺസെഷൻ, അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലെ കൺസെഷൻ ആവാം, സബ്സിഡി ആവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് അതാത് സമയങ്ങളിൽ ഡിസൈഡ് ചെയ്യുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഇളവുകൾ നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡില് പല വിധത്തിൽ അറിയപ്പെടുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ റെക്കമെൻഡേഷൻസിന്റെ ഹെഡിങ് ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് അമുൽ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, പോൾസൺ എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് പ്രൈവറ്റ് ട്രേഡറുടെ എക്സ്പ്ലോയിറ്റേഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഗുജറാത്തില് കെയ്ര ഡിസ്ട്രിക്റ്റില് ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ രജിസ്ട്രാർഡേഴ്സ് കോൺഫറൻസ് എന്ന് പറയുന്നത് 1947 കൺവീൻ ചെയ്തു. അതിൽ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് അസിസ്റ്റൻസ് ടു പ്രൈമറി സൊസൈറ്റീസ് ബൈ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. Secondly, linking of credit with marketing.
and thirdly, liberal loans and subsidy for processing cooperative societies and for the construction of the godowns, and the constitution of multi-purpose cooperative societies, then providing of cooperative education and training, and constitution of three-tier cooperative credit system, and finally providing concessions to different type of cooperative societies and organizations. Okay.